BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. അപ്പോൾ ഞാൻ ലീഡറോട് ചോദിച്ചു, ഈ UDF എന്ന് പറഞ്ഞ ഈ ചെറിയ ചെറിയ പാർട്ടികളുടെ ആളുകൾ കുറേ വ്യക്തികൾ അവരെല്ലാം കൂടി കൂട്ടി അവർക്കെല്ലാം മന്ത്രിസ്ഥാനം കൊടുത്ത് സ്ഥാനങ്ങൾ കൊടുത്ത് ഇങ്ങനെ പോകുന്നതിൽ ഞങ്ങൾക്കൊക്കെ പരാതി. എന്താ ലീഡർ അങ്ങനെ ചെയ്യുന്നത്? അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടാണ്, നല്ല ചോദ്യമാണെന്ന് വളരെ കാരണം ഫ്രീ ആകുമ്പോഴല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റും, വളരെ റിലാക്സ്ഡായിട്ട് ഒരു മൂഡിൽ നിൽക്കുക. അപ്പം എന്നോട് പറഞ്ഞു, എത്ര വർഷമായി ബംഗാളിൽ CPM ഭരിക്കുന്നു? അന്ന് ഏതാണ്ട് 25 വർഷത്തോളമായി. അപ്പോൾ ഞാൻ പറഞ്ഞു മറുപടി, എൻ്റെ കേരളത്തിൽ ഞാൻ പറഞ്ഞു മാറി മാറി വരും. അതെന്തുകൊണ്ടാണ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥിരമായി ഭരിക്കുകയും ഇവിടെ മാറി മാറി വരികയും ചെയ്യുന്നത് എന്നോടുള്ള ചോദ്യം. അപ്പം ഞാനിങ്ങനെ മറുപടി ഇല്ലാതെ നിൽക്കുക. അപ്പം എന്നോട് പറഞ്ഞു, അതാണ് UDF മുന്നണിയാണ്. ആ UDF മുന്നണിയാണ്. UDF എന്ന് പറഞ്ഞാൽ കുറേ പാർട്ടികൾ കൂടി ഇത് മാത്രമല്ല. എന്നോട് പറഞ്ഞ വാക്കാണ്, അതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ വ്യക്തികൾ, അപ്പോൾ എന്നോട് കുറേ, ഞാനതിവിടെ പറയുന്നില്ല, മൺമറഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ കുറേ ആളുകളെ കുറിച്ച് പറഞ്ഞു. ഒരാളെ കുറിച്ച്, ഒരു ജില്ലയിലെ ആളെ കുറിച്ച് ചോദിച്ചു. പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല, പക്ഷെ ഞാൻ കൂടെ നിർത്തിയേക്കുക. ആ ആള് അപ്പുറത്തോട്ട് പോയാൽ എത്ര സീറ്റ് പോകുന്നു നമുക്ക്? അപ്പോൾ ഞാൻ 2 സീറ്റ് പറഞ്ഞു. സീറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ അതുകൊണ്ട് പറയില്ല, ആളെ മനസ്സിലായി. അപ്പോൾ പറയാം, അതല്ല, ഒരു 3ാമത്തെ സീറ്റ് കൂടി പറഞ്ഞു. അത് കഴിഞ്ഞ് വേറെ ജില്ല പറഞ്ഞിട്ട് ചോദിച്ചു, ആള് നല്ല മിടുക്കനാണ്, ആള് പോലെ. ആള് ചെറിയ പാർട്ടിയല്ലേ, വലിയ സ്വാധീനമൊന്നും ഉണ്ടാവില്ല. എന്നോട് പറയും, ആ ആള് പോകുമ്പോൾ ആള് ബുദ്ധിമാനായതുകൊണ്ട് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യണ ആ സമുദായത്തെ കൂടെ കൊണ്ടുപോകും. ആ സമുദായവും ഇദ്ദേഹവും കൂടി ഒരുമിച്ച് പോയാൽ എത്ര സീറ്റ് പോകുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അന്ന് ഇതൊക്കെ പഠിക്കുന്ന ആളാണ്, വിദ്യാർത്ഥി. അപ്പോൾ ഞാൻ 1, 2, 3, 4 സീറ്റ് പറഞ്ഞു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, അതല്ല, താൻ വിചാരിക്കാത്ത വേറെ 2 സീറ്റ് പോകുന്നു. ആ സീറ്റ് എന്നോട് പറഞ്ഞു. എന്നിട്ട് ആ 2 സീറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ സമുദായത്തിന് എത്ര സ്ഥാപനങ്ങളുണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അത്ര സൂക്ഷ്മമായി ഓരോ നിയോജകമണ്ഡലത്തെ അറിയാം. ഓരോ നിയോജകമണ്ഡലത്തിലെയും കമ്മ്യൂണൽ ഇക്വേഷൻ, ബാലൻസ്, UDFന്റെ വോട്ട്, LDFന്റെ വോട്ട്, ഓരോ മതവിഭാഗങ്ങൾക്കുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം, ഇതെല്ലാം അത് പോകും. അപ്പോൾ എത്ര സീറ്റ് പോകും? 5 സീറ്റ് പോകും. പിന്നെ എന്നോട് 2 വ്യക്തികളുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് KK നായർ, പത്തനംതിട്ടയിൽ. അദ്ദേഹത്തിന് 15,000 വോട്ടുണ്ട്. എന്നോട് പറഞ്ഞു സ്വന്തമായി. നമ്മുടെ കൂടെ നിന്നാലും അദ്ദേഹം MLA ആണ്, അപ്പുറത്ത് നിന്നാലും MLA. പിന്നെ നമ്മുടെ കൂടെ നിർത്തിയാൽ പോലെ ഒരു MLA ആയില്ലേ. രണ്ടാമത് നമ്മുടെ ജയരാജന്റെ ഫാദർ, അത് വാഴൂര നാരായണ ഗ്രൂപ്പ് സാർ. അദ്ദേഹത്തെ കുറിച്ച് ഇതുപോലെ തന്നെ 15,000, 20,000 വോട്ടുണ്ട്. അദ്ദേഹം അപ്പുറത്ത് നിന്നാലും ഇപ്പുറത്ത് നിന്നാലും അദ്ദേഹം MLA. നമ്മുടെ കൂടെ നിൽക്കട്ടെ. ഞാൻ പറയാണ്, ഇങ്ങനെ കുറേ വ്യക്തികളെ കുറിച്ച്. എന്നിട്ട് വെറുതെ അന്നൊക്കെ വ്യത്യാസം 1.5-2 ലക്ഷം വോട്ടുകളിൽ LDF UDF തമ്മിലുള്ള വ്യത്യാസം. ഈ 1-2 ലക്ഷത്തിന് വേണ്ടിയിട്ടുള്ള മികച്ച മത്സരമാണ്. അപ്പോൾ കുറേ പാർട്ടികൾ എന്നതിനേക്കാൾ അപ്പുറമായി വലിയൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാക്കി UDFനെ കാണും. ഇതെനിക്കെല്ലാം പറഞ്ഞത്. എന്നിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു, എന്നെങ്കിലും ഇത് പ്രയോജനപ്പെടും. ഇപ്പം ഞാൻ ആ സ്ഥാനത്തിരിക്കുകയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, CLP ലീഡറാണ്. എന്നെങ്കിലും ഇത് പ്രയോജനപ്പെടുമെന്ന് ഞാനിത് മനസ്സിൽ കൊണ്ടുനടന്ന ഒരാളാണ്. ഞാനിപ്പോൾ പറഞ്ഞ UDF എന്ന് പറയുന്നത് കോൺഫെഡറേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ല, ഇതൊരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് എന്ന എൻ്റെ പ്രഖ്യാപനം സത്യമായിട്ട് എൻ്റേതല്ല, അത് CK അതാണ് മുന്നണി രാഷ്ട്രീയത്തിന് ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് അദ്ദേഹം നൽകിയ ഉപദേശം. ഞാനത് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച് ഇപ്പോൾ എനിക്ക് അതിൻ്റെ സമയമായപ്പോൾ ഞാനത് പ്രയോഗവൽക്കരിക്കുകയാണ്. അതായി UDFനെ മാറ്റും. അതുകൊണ്ട് ധൈര്യമായി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് തന്നെയാണ്. നിങ്ങളൊക്കെ ഈ വിജയത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് അന്വേഷിച്ചു പോയാൽ ഇപ്പം തന്നെ UDF ഇപ്പം കാണുന്ന പൊളിറ്റിക്കൽ പാർട്ടികളുടെ കോൺഫെഡറേഷൻ അപ്പുറം, ഞാൻ വിശദാംശങ്ങളൊന്നും പറയില്ല, ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഇരിക്കുന്ന പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിനേക്കാൾ വിപുലമായ കുറേ കൂടി അടിത്തറയില്ല. അപ്പോൾ സാധാരണ മാധ്യമങ്ങളും ജനങ്ങളും വിചാരിക്കുന്നത് കുറേ പൊളിറ്റിക്കൽ പാർട്ടികൾ വരുമെന്നാണ്. അതൊക്കെ വരും, വരാതെയൊന്നും പോവില്ല, ഒരുപാട് വരും. അത് മാത്രമല്ല, ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ കൂടെ 2016-ലും 2021-ലും UDFന്റെ കൂടെ ഇല്ലാതിരുന്നു.
ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ 26-ലെ മഹായുദ്ധത്തിന് നമ്മൾ പുറപ്പെടുമ്പോൾ UDFന്റെ കൂടെ ഉണ്ടാകും. കെ കരുണാകരൻ ഉപദേശിച്ച ആ മുന്നണി രാഷ്ട്രീയത്തിന്റെ ആ വിജയരഹസ്യം അതായിരിക്കും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയരഹസ്യം എന്ന് പറയും. ഞാൻ ആദ്യമായിട്ടാണ് ഇത് പറയുന്നത്. ഇത് പറയാൻ ഇതിനേക്കാൾ നല്ല വേദി ഏതാണ്? ഇതിനേക്കാൾ നല്ല വേദി. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പലരും വിചാരിച്ചത് എൻ്റെ ആശയം എന്നാണ്. ഞാൻ വേണമെങ്കിൽ അത് പറ്റിച്ചെല്ലാവരും കൊണ്ട് നടക്കാൻ പറ്റും. പക്ഷേ എൻ്റെ മനസ്സിലെ സംഘർഷം എന്നെ അനുവദിക്കുന്നില്ല. ഇതെൻ്റേതല്ല, അത് കെ കരുണാകരൻ്റേതാണ്. തീർച്ചയായും അദ്ദേഹത്തിന് നൽകുന്ന ഒരാദരവും ബഹുമാനവുമായിരിക്കും, അദ്ദേഹത്തിനോടുള്ള നമ്മുടെ ഏറ്റവും വലിയ സ്നേഹപ്രകടനമായിരിക്കും 10 വർഷത്തിന് ശേഷം അദ്ദേഹം സംഘടിപ്പിച്ച ഈ UDFന്റെ കേരള രാഷ്ട്രീയത്തിലേക്കും അധികാരത്തിലേക്കുമുള്ള ഉജ്ജ്വലമായ തിരിച്ചു. ഇത് കെ കരുണാകരനുള്ള ആദരമായി മാറ്റണം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്കടക്കം വരുന്ന തലമുറകൾക്കടക്കം എല്ലാവർക്കും ആവേശമായിരിക്കും എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം അറിയിക്കും. അതും ഞങ്ങൾ എത്രയും പെട്ടെന്ന് വേഗത്തിലാക്കി. നമുക്ക് 1 വർഷം പറയാം അല്ലേ? 1.5 വർഷമാണ് ഞങ്ങളുടെ ടാർഗറ്റ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി 1.5 വർഷത്തിൻ്റെ അകം ആ 1.5 വർഷം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഫുൾ ഫ്ലെഡ്ജായിട്ട് കെ കരുണാകരൻ. എൻ്റെയും BLM-ൻ്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.